എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു പപ്സ് ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് 5 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 3 കറിവേപ്പിലയുടെ തണ്ട് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. ഇവയെല്ലാം ഇതിനകത്തോട്ടിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പിടണം. ഈ പരുവത്തിൽ വേണം ഇളക്കിയെടുക്കാം. ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ഗരം മസാലപ്പൊടി 2 സ്പൂണ്. ഇവയെല്ലാം ഇതിനകത്തോട്ടിട്ട് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത് 2 കപ്പ് മൈദയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. അതിനിപ്പം ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ പരത്തണം. നമ്മൾ ഓരോന്നും എടുത്ത് വേണ്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി 4 സൈഡും ഇതുപോലെ മടക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ വേണ്ട ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് വറുത്തെടുക്കണം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കണം. ഇപ്പം മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.